ട്രാൻസ്പ്ലാന്റ് ഒരു ജസ്റ്റ് സർജറി അല്ല, അതൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷനാണ് എന്നുള്ളത്. കാരണം ഒരാളുടെ ആഗ്രഹങ്ങളും ഒരാളുടെ സ്വപ്നങ്ങളുമാണ് നിറവേറുന്നത് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിലൂടെ. അപ്പോൾ നമുക്ക് സമദ് ഭായിയോട് ചോദിക്കാം, നമ്മളൊരു 10 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത ടീം, എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹാപ്പിയായി, പണ്ടത്തെക്കാൾ ഒരുപാട് കോൺഫിഡൻസ് വന്നു, ഭയങ്കര സന്തോഷമാണ്. കാരണം പിന്നെ ആദ്യമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എന്നുള്ളത്. കാരണം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. പൊതുവേ എല്ലാവരിലും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ്. ഈ ഡൗട്ടുകളാണ് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് പലരും ചോദിക്കുന്നത്. അപ്പം ചില ക്ലിനിക്കിൽ എല്ലാവരും ആ ഡൗട്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നില്ല. പക്ഷേ ഇതിന് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട ജസീർ ഭായി എന്ത് ഡൗട്ട് വേണമെങ്കിലും അപ്പപ്പാടെ അത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ചില സമയത്ത് അദ്ദേഹം ടർക്കി പോലുള്ള രാജ്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാറുണ്ടെങ്കിൽ തന്നെ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു ക്ലിനിക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റീപ്ലൈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ റീപ്ലൈ ചെയ്യാൻ സമയം കണ്ടെത്തിയിട്ട് റീപ്ലൈ കൊടുക്കുന്നത്, ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരാൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം സർജറി കഴിയുന്ന കോംപ്ലിക്കേഷനേക്കാൾ ഇവർ പേടിക്കുന്നത് ചെറിയ റെഡ്നെസ് വരുമ്പോഴും സ്വെല്ലിങ് വരുമ്പോഴും ചെറിയ വേദന വരുമ്പോഴൊക്കെ ഇവർ പാനിക്കാവും. സോ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ജസ്റ്റ് ഒരു റീപ്ലൈ ആവശ്യമുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓവറോൾ അവർ ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ചെറിയ പ്രൈസിന് ചെയ്തിട്ട് ഒരുപാട് ആൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അല്ല നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ചെയ്യുന്ന ആളുകൾക്ക് അത് കംഫർട്ടായിട്ട് അവരുടെ ചിലപ്പോൾ ആളുകൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിന് 1 വർഷം വരെ അവർക്ക് സംശയങ്ങളുണ്ടാവും, ഓരോ മാസങ്ങളിൽ സംശയങ്ങളുണ്ടാവും. ഇതിന് റീപ്ലൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ്. എസ്പെഷ്യലി നമ്മൾ ഡോക്ടേഴ്സ് ലെവലിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു നല്ല ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ടൈം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിനെ കുറിച്ചിട്ടാണ് സമദ് ഭായി ഇപ്പോൾ പറഞ്ഞത്. അത് കിട്ടി പുള്ളി ഹാപ്പി ആയി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫോർ വാച്ചിങ് വിത്ത് അസ്.